ഒരു ചെറിയ ഗ്രാമത്തിൽ രവി എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു. അവൻ വലിയ സമ്പത്ത് ഇല്ലാത്തവനായിരുന്നു. എന്നാൽ നല്ല മനസ്സുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം വഴിയരികിൽ വിശ്രമിക്കുമ്പോൾ രവി ഒരു വൃദ്ധനെ കണ്ടു. ആ വൃദ്ധൻ വളരെ ക്ഷീണിതനും ദുർബലനുമായിരുന്നു. വൃദ്ധനെ സഹായിക്കാൻ രവിക്ക് തോന്നി. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും അദ്ദേഹത്തിന് നൽകി. നിന്റെ ദയയ്ക്ക് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും, വൃദ്ധൻ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രവി നഗരത്തിലേക്ക് പോകുകയായിരുന്നു. വഴിയിൽ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴ കടക്കാൻ ആളുകളെ സഹായിച്ചിരുന്ന ഒരു വഞ്ചിക്കാരൻ അവിടെയുണ്ടായിരുന്നു. രവി അയാളുടെ വഞ്ചിയിൽ കയറി. പുഴയുടെ നടുവിൽ എത്തിയപ്പോൾ വഞ്ചിക്കാരൻ രവിയോട് പണം ആവശ്യപ്പെട്ടു. എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, രവി പറഞ്ഞു. വഞ്ചിക്കാരൻ രവിയോട് ദേഷ്യപ്പെട്ടു. പണമില്ലാതെ നിനക്ക് ഈ പുഴ കടക്കാൻ കഴിയില്ല, അയാൾ പറഞ്ഞു. രവി വിഷമിച്ചു. അപ്പോൾ ഒരു വലിയ മത്സ്യത്തെ കണ്ടു. ആ മത്സ്യം വെള്ളത്തിൽ നിന്ന് ചാടി രവിയുടെ നേർക്ക് വന്നു. രവി അത്ഭുതത്തോടെ നോക്കി. മത്സ്യത്തിന്റെ വായിൽ ഒരു തിളക്കമുള്ള മുത്തുണ്ടായിരുന്നു. മത്സ്യം മുത്ത് രവിയുടെ കൈയിലേക്ക് ഇട്ടു. അത് കണ്ട് വഞ്ചിക്കാരൻ അത്ഭുതപ്പെട്ടു. ഈ മുത്ത് എനിക്ക് വേണം, വഞ്ചിക്കാരൻ പറഞ്ഞു. രവി മുത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. ഇത് എനിക്ക് കിട്ടിയതാണ്, രവി പറഞ്ഞു. വഞ്ചിക്കാരൻ രവിയെ ബലം പ്രയോഗിച്ച് തടഞ്ഞുവെച്ചു. അവർ തമ്മിൽ തർക്കമായി. അപ്പോൾ അതേ വൃദ്ധൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. രവി വെള്ളവും ഭക്ഷണവും കൊടുത്ത വൃദ്ധനായിരുന്നു അത്. എന്താ ഇവിടെ നടക്കുന്നത്, വൃദ്ധൻ ചോദിച്ചു. വഞ്ചിക്കാരൻ സംഭവം വിവരിച്ചു. വൃദ്ധൻ എല്ലാം കേട്ടു. ഈ യുവാവ് സത്യസന്ധനാണ്, വൃദ്ധൻ പറഞ്ഞു. നീ മുത്ത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. വൃദ്ധൻ ഒരു മന്ത്രം ഉച്ചരിച്ചു. പെട്ടെന്ന് വഞ്ചിക്കാരൻ ഒരു തവളയായി മാറി. വഞ്ചിക്കാരൻ പരിഭ്രാന്തനായി വെള്ളത്തിലേക്ക് ചാടി. രവി അത്ഭുതത്തോടെ വൃദ്ധനെ നോക്കി. നിങ്ങൾ ആരാണ്, രവി ചോദിച്ചു. വൃദ്ധൻ പുഞ്ചിരിച്ചു. ഞാൻ ഈ നദിയുടെ ദേവനാണ്. നിന്റെ ദയ കണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നത്. വൃദ്ധൻ രവിയോട് പറഞ്ഞു, ഈ മുത്ത് നിനക്ക് നല്ല ഭാഗ്യം കൊണ്ടുവരും. അത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സഹായിക്കും. രവി സന്തോഷത്തോടെ മുത്ത് സ്വീകരിച്ചു. വളരെ നന്ദി, രവി പറഞ്ഞു. രവി മുത്തുമായി വീട്ടിലേക്ക് മടങ്ങി. അവൻ തന്റെ ഗ്രാമത്തിലെ ആളുകളെ സഹായിക്കാൻ മുത്ത് ഉപയോഗിച്ചു. അവന്റെ ദയയും മുത്തിന്റെ ശക്തിയും ഗ്രാമത്തിന് ഐശ്വര്യം കൊണ്ടുവന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദയയും സത്യസന്ധതയും എപ്പോഴും പ്രതിഫലം നൽകും എന്നാണ്.